അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ വാരണാസിയിലേക്ക് എത്തിപ്പെട്ടതാട്ടോ ഇത്തവണ കാണിക്കണേ. യാത്ര. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കയറിയത്. എൻ്റെ ട്രെയിൻ 2:30-ക്കായിരുന്നു. ടിക്കറ്റ് കൺഫേം ആയില്ല. അവസാനം ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ കയറി പറ്റിയതിൻ്റെ ഉള്ളിൽ സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാട്ടോ. നിറച്ചും ഭായിമാരാണ്. ബീഹാറിലാണ് ഈ ട്രെയിൻ ലാസ്റ്റ് ചെന്ന് നിൽക്കണേ. അപ്പോൾ അവിടെ ബീഹാറിലേക്കുള്ള എല്ലാ ടീംസും ഉണ്ട്. ഒരു സ്വാമീനെ കണ്ടു. അവസാനം വാരണാസി എത്തി. 2 ദിവസം ട്രെയിനിൽ ഇരുന്ന് ഇപ്പോൾ നമ്മളൊരു ബൈക്ക് ടാക്സി എടുത്ത് നമ്മൾ പ്രയാഗ്രാജിലാട്ടോ വന്നിറങ്ങണേ. നമ്മുടെ ട്രെയിൻ അവിടുന്ന് നമ്മൾ വാരണാസിയിലേക്ക് 2.5 മണിക്കൂർ 3 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ അവിടുന്ന് നമ്മളൊരു നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോണേ. ബൈക്ക് ടാക്സി റാപ്പിഡോ അവിടെ എല്ലായിടത്തും തന്നെയുണ്ട്. നിങ്ങൾക്ക് കറങ്ങണമെങ്കിൽ ബൈക്ക് എടുത്ത് കറങ്ങാം. ചെറിയ പൈസ വരുന്നുള്ളൂ. നമ്മൾ വാരണാസി നമ്മുടെ മെയിൻ സെൻറ്ററിൽ എത്തിയത്. നല്ല രസം, അലുവ പോലെ ഇരിക്കണം. സാധനം മധുരമുള്ള എന്തോ സാധനമാണെന്ന് പറഞ്ഞേ. അവിടുത്തെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ അവിടെ കാണാം ഇതുപോലെ. ഞാൻ കുറച്ചൊരു ചെറിയ ലൈറ്റായിട്ടൊരു ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂടി കഴിച്ച് ആ മണ്ണിൻ്റെ ഗ്ലാസ്സിൽ ചായയും കൂടി കുടിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം ഉഷാറാണ്. നല്ല തണുപ്പാട്ടോ വാരണാസിയിൽ, രക്ഷയില്ല. പിന്നെ ഞാൻ പയ്യെ ഒന്ന് നടന്നു. 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ആ കാഴ്ചകളിലേക്ക് നമ്മളങ്ങോട്ട് ഇറങ്ങി. ആ വീടൊക്കെ നോക്കി എന്താ ഭംഗി. പിന്നെ ഇതൊക്കെ ഗല്ലിയിലൂടെയുള്ള